ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ 4ാമത്തെ യൂണിറ്റായ റസിൽ ഓഫ് വിങ്സ് എന്ന യൂണിറ്റിലെ 1ാമത്തെ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഈ യൂണിറ്റിൻ്റെ പേര് റസിൽ ഓഫ് വിങ്സ് എന്നാണ്, അതായത് ചിറകടി. ഇനി ഇവിടെ എൻട്രി ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ളത് തോമസ് ആൽവ എഡിസൺ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇഫ് വി ഡിഡ് ഓൾ ദ തിങ്സ് വി ആർ കേപ്പബിൾ ഓഫ് വി വുഡ് ലിറ്ററലി അസ്റ്റൗണ്ട് അവർസെൽവ്സ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കഴിവിൽ തന്നെ അത്ഭുതപ്പെടും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഇതിൻ്റെ എൻട്രി ആക്ടിവിറ്റി ആയിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. റീഡ് ദ ന്യൂസ് റിപ്പോർട്ട് ഗിവൺ ബിലോ. ഡോമിനേറ്റിംഗ് പെർഫോമൻസ്. India produced a dominating performance against England to triumph in the first ever ICC Under-19 Women's T20 World Cup. അപ്പോൾ 2020 വേൾഡ് കപ്പ് അതിൽ ഇന്ത്യ മികച്ച വിജയം, ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ മികച്ച വിജയം നേടിയ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു വിൻ എ മാച്ച്. ഒരു മത്സരം ജയിക്കാൻ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ലീഡർഷിപ്പ്, കൊളാബറേഷൻ, കോൺഫിഡൻസ്, സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് വിന്നിങ് എ മാച്ച് കോൺഫിഡൻസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പോൾ ഒരു മത്സരം ജയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസമാണ്. It empowers players to take risks, perform under pressure and execute their skills effectively during the game. അപ്പോൾ ഇത് ആളുകളെ ഈ പ്രഷർ ഒക്കെ വരുമ്പോഴും നല്ല രീതിയിൽ കളിക്കാൻ, ആത്മവിശ്വാസമുള്ള വ്യക്തിക്ക് നല്ല രീതിയിൽ കളിക്കാനും അതുപോലെ അവരുടെ കഴിവുകളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തി വിജയം നേടിത്തരാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വൈ വാസ് ദ ഫേറ്റ് ഓഫ് ദ ടീം ഇൻ രഞ്ജീസ് ഹാൻഡ്സ്. എന്തുകൊണ്ടാണ് ഈ ടീമിൻ്റെ വിധി രഞ്ജിയുടെ കയ്യിലാണ് എന്ന് അവർ പറയാൻ കാരണം? ദ ഫേറ്റ് ഓഫ് ദ ടീം വാസ് ഇൻ രഞ്ജീസ് ഹാൻഡ്സ് ബിക്കോസ് ഹി വാസ് ദ ലാസ്റ്റ് ബാറ്റ്സ്മാൻ ലെഫ്റ്റ്. കാരണം ഇവരുടെ ടീമിലെ മറ്റ് പ്രധാനപ്പെട്ട ബാറ്റ്സ്മാൻമാരെല്ലാം നേരത്തെ ഔട്ടായി പോയിട്ടുണ്ട്. ഇനി ആകെയുള്ളൊരു പ്രതീക്ഷ രഞ്ജി ആയിരുന്നു. ഇനി അങ്ങോട്ടേക്കുള്ളവരൊക്കെ ബൗളേഴ്സാണ്. അപ്പോൾ രഞ്ജിയാണ് ഇവരുടെ അവസാന പ്രതീക്ഷ എന്ന് പറയുന്നത്, ജയിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ ബാറ്റ് ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തി. ആൻഡ് ദ ടീം നീഡഡ് ഹിം ടു സ്കോർ റൺസ് ടു വിൻ ദ മാച്ച്. അപ്പോൾ കുറച്ച് റൺസ് കൂടി എടുത്താലാണ് ജയിക്കാൻ സാധിക്കുക. എവ്രി വൺ ബിലീവ്ഡ് ഇൻ ഹിസ് എബിലിറ്റി ടു പെർഫോം വെൽ. എല്ലാവർക്കും രഞ്ജിയുടെ കഴിവിൽ നല്ല വിശ്വാസമുണ്ടായിരുന്നു. വൈ വാസ് മിസ്റ്റർ കുമാർസ് സ്പോർട്സ് ഷോപ്പ് സ്പെഷ്യൽ ഫോർ രഞ്ജി. അപ്പോൾ ഇവിടെ മിസ്റ്റർ കുമാറിൻ്റെ സ്പോർട്സ് ഷോപ്പ് രഞ്ജിക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അത്? Mr. Kumar's sports shop was special for Ranji because it was a place where he could see all kinds of sports equipments. അപ്പോൾ എല്ലാ വിധത്തിലുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതെല്ലാം കാണാം. അതുകൊണ്ട് തന്നെ രഞ്ജിക്ക് ഈ ഒരു ഷോപ്പ് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. മിസ്റ്റർ കുമാർ വാസ് ഓൾസോ എ ഫോമർ പ്ലെയർ ഹു എൻകറേജ് യങ് അത്ലീറ്റ്സ് ലൈക്ക് രഞ്ജി മേക്കിംഗ് ഇറ്റ് എ സപ്പോർട്ടീവ് എൻവയൺമെൻറ്റ് ഫോർ ഹിം. അതുപോലെ തന്നെ ഈ കടയുടെ ഉടമസ്ഥനായ മിസ്റ്റർ കുമാർ എന്ന് പറയുന്നത് ഒരു മുൻ ക്രിക്കറ്റ് കളിക്കാരനാണ്. അപ്പോൾ രഞ്ജിയെ പോലെയുള്ള സ്പോർട്സിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളുകളെ അദ്ദേഹം വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു. വാട്ട് ഡിഡ് രഞ്ജി യൂഷ്വലി ലൈക്ക് ടു ഡു ഇൻ കുമാർസ് ഷോപ്പ്. അപ്പോൾ കുമാറിൻ്റെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ രഞ്ജി സാധാരണ ചെയ്യാറുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? രഞ്ജി യൂഷ്വലി ലൈക്ക് ടു ലുക്ക് അറ്റ് ദ ക്രിക്കറ്റ് ബാറ്റ്സ്, ബോൾസ് ആൻഡ് അതർ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഇൻ മിസ്റ്റർ കുമാർസ് ഷോപ്പ്. അവിടെ വന്നു കഴിഞ്ഞാൽ പ്രധാനമായും അവിടെയുള്ള ക്രിക്കറ്റ് ബാറ്റ്, ബോൾ അതുപോലെ മറ്റ് സ്പോർട്സ് ഉപകരണങ്ങളൊക്കെ നോക്കിയായിരുന്നു രഞ്ജിയുടെ പ്രധാന പരിപാടി. ഹി എൻജോയ്ഡ് ഡ്രീമിംഗ് അബൌട്ട് ബിക്കമിങ് എ ഗ്രേറ്റ് ക്രിക്കറ്റർ ആൻഡ് ഓഫൺ ഷോട്ട് അഡ്വൈസ് ഫ്രം മിസ്റ്റർ കുമാർ. അപ്പോൾ അവനൊരു വലിയ ക്രിക്കറ്റർ ആകണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ എപ്പോഴും മിസ്റ്റർ കുമാറിൻ്റെ ഉപദേശങ്ങൾ തേടാറുണ്ടായിരുന്നു പല കാര്യങ്ങളിലും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് മിസ്റ്റർ കുമാർ കോൾ വൺ ഓഫ് ഹിസ് ക്രിക്കറ്റ് ബാറ്റ്സ് ദ ലക്കിയസ്റ്റ്. അപ്പോൾ മിസ്റ്റർ കുമാർ ആ ദിവസം വിചാരിച്ച പോലെ റൺസൊന്നും എടുക്കാൻ പറ്റാതെ പെട്ടെന്ന് ഔട്ടായി പോവുക. ആ വിഷമത്തിൽ നടന്നു പോകുമ്പോഴാണ് മിസ്റ്റർ കുമാർ രഞ്ജി അങ്ങോട്ടേക്ക് വിളിക്കുന്നത്. അപ്പം രഞ്ജിക്ക് മിസ്റ്റർ കുമാർ ഒരു പ്രത്യേക ബാറ്റ് കാണിച്ചു കൊടുത്തിട്ട് ഇത് ഏറ്റവും ഭാഗ്യമുള്ള ഒരു ബാറ്റാണെന്ന് പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഈ ഒരു ബാറ്റിനെ അദ്ദേഹം തൻ്റെ ലക്കിയസ്റ്റ് ബാറ്റ് എന്ന് വിളിക്കുന്നത്? മിസ്റ്റർ കുമാർ കോൾഡ് വൺ ഓഫ് ഹിസ് ക്രിക്കറ്റ് ബാറ്റ്സ് ദ ലക്കിയസ്റ്റ് ബിക്കോസ് ഹി ഹാഡ് സ്കോർഡ് എ സെഞ്ചുറി വിത്ത് ഇറ്റ് ഇൻ എ മാച്ച്. കാരണം ഈ ഒരു ബാറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം
ഒരു സെഞ്ചുറി 100 റൺസ് അടിച്ചിട്ടുള്ളത്. ഹി ബിലീവ് ദാറ്റ് ദ ബാറ്റ് ഹാഡ് സ്പെഷ്യൽ ക്വാളിറ്റീസ് ദാറ്റ് കുഡ് ഹെൽപ്പ് രഞ്ജി പെർഫോം വെൽ. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ ബാറ്റിന് ഒരു പ്രത്യേകതയുണ്ട്, ഈ ബാറ്റ് കൊണ്ടാണ് ഞാൻ ആദ്യമായി സെഞ്ചുറി നേടിയത്, അപ്പോൾ അതുകൊണ്ട് നിനക്കും ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്നൊക്കെ പറയുകയാണ്. ഹൗ ഡിഡ് രഞ്ജി റിയാക്ട് വെൻ മിസ്റ്റർ കുമാർ ഓഫേർഡ് ഹിം ദ ബാറ്റ്? അപ്പോൾ മിസ്റ്റർ കുമാർ രഞ്ജിക്ക് ബാറ്റ് കൊടുത്തപ്പോൾ എന്തായിരുന്നു രഞ്ജിയുടെ റിയാക്ഷൻ? രഞ്ജി വാസ് ഫിൽഡ് വിത്ത് എയിം ആൻഡ് ഡിലൈറ്റ്. അവന് വളരെ സന്തോഷമായി. വെൻ മിസ്റ്റർ കുമാർ ഓഫേർഡ് ഹിം ദ ബാറ്റ് ഹി ഫെൽറ്റ് എക്സൈറ്റഡ് ആൻഡ് ഹോപ്പ്ഫുൾ ദാറ്റ് ദ ബാറ്റ് വുഡ് ഹെൽപ്പ് ഹിം സ്കോർ റൺസ് ഇൻ ഹിസ് മാച്ച്. അപ്പം അവൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു മാന്ത്രിക ബാറ്റാണിതെങ്കിൽ, അല്ലെങ്കിൽ ഭാഗ്യമുള്ള ഒരു ബാറ്റാണിതെങ്കിൽ തനിക്ക് അടുത്ത മത്സരത്തിൽ നല്ല റൺസ് സ്കോർ ചെയ്യാൻ കഴിയുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. ഹൗ ഡിഡ് രഞ്ജി ലൂസ് ഹിസ് മാജിക് ബാറ്റ്? ഈ മാജിക് ബാറ്റ് എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? രഞ്ജി ലോസ്റ്റ് ഹിസ് മാജിക് ബാറ്റ് വെൻ ഹി വാസ് ടേക്കിംഗ് ദ ഇഞ്ചേർഡ് ടീംമേറ്റ് ഭീം ടു ദ ഹോസ്പിറ്റൽ. അപ്പോൾ കൂടെ കളിക്കുന്ന ഭീം എന്ന് പറയുന്ന ഒരു കളിക്കാരനൊരു ചെറിയ പരിക്ക് പറ്റിയ സമയത്ത് അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്താണ് ഈ ഒരു ബാറ്റ് ഒരു ബസ്സിൽ വെച്ച് അതിനുശേഷം അത് എടുക്കാൻ മറന്നു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ ബാറ്റ് നഷ്ടപ്പെടുന്നത്. ഇൻ ഹിസ് വറി ആൻഡ് ബ്രഷ്, അപ്പോൾ ആ ഒരു ടെൻഷൻ പിടിച്ചുള്ള പോക്കിൽ ഹി ഫൊഗോട്ട് ദ ബാറ്റ് ഓൺ ദ ബസ് ആൻഡ് കുഡ്ന്റ് റിമെമ്പർ വിച്ച് ബസ് ഹി ഹാഡ് ടേക്കൺ. ഈ ബാറ്റ് ബസ്സിൽ വെക്കുകയും പിന്നീട് അത് എടുക്കാൻ മറന്നു പോവുകയും അതുപോലെ ഏത് ബസ്സിനാണ് പോയതെന്ന് അവന് ഓർമ്മയില്ലാതിരിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഈ മാജിക് ബാറ്റ് നഷ്ടപ്പെടുന്നത്. അടുത്ത ചോദ്യം, എ ബാറ്റ് ഹാസ് മാജിക് ഓൺലി വെൻ ദ ബാറ്റ്സ്മാൻ ഹാസ് മാജിക്, വൈ ഡസ് മിസ്റ്റർ കുമാർ സേ സോ? പിന്നീട് ഈ ബാറ്റ് നഷ്ടപ്പെട്ട് നിരാശനായി രഞ്ജി മിസ്റ്റർ കുമാറിൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ബാറ്റിൽ വലിയ കാര്യമൊന്നുമില്ല, യഥാർത്ഥ കാര്യം ബാറ്റ്സ്മാന് കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ മറ്റ് ബാറ്റുകൾ ഉപയോഗിച്ച് ധാരാളം റൺസുകളൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പം മിസ്റ്റർ കുമാർ സേസ് ദിസ് ടു എംഫസൈസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ ബാറ്റ് ദാറ്റ് മേക്സ് ഗുഡ് പ്ലെയർ. അപ്പോൾ ഒരാളെ നല്ല കളിക്കാരനാക്കുന്നത് ആ ബാറ്റല്ല, ഇറ്റ്സ് ദ സ്കിൽ ആൻഡ് കോൺഫിഡൻസ് ഓഫ് ദ ബാറ്റ്സ്മാൻ ദാറ്റ് ട്രൂലി മാറ്റേഴ്സ്. യഥാർത്ഥത്തിൽ അവിടെ വേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ ബാറ്റ് ചെയ്യുന്ന ആളുടെ കോൺഫിഡൻസ് ആണ്. ദ ബാറ്റ് ക്യാൻ ഹെൽപ്പ് ബട്ട് ദ പ്ലെയേഴ്സ് ടാലൻറ്റ് ഈസ് വാട്ട് കൗണ്ട്സ്. അപ്പോൾ ഈ ബാറ്റ് ഉപകാരമുള്ളതാണ്, പക്ഷേ ആ കളിക്കാരൻ്റെ കഴിവാണ് അല്ലെങ്കിൽ അവൻ്റെ ആത്മവിശ്വാസമാണ് അതിലേറെ പ്രധാനപ്പെട്ടത്. ഡു യു തിങ്ക് രഞ്ജി അണ്ടർസ്റ്റുഡ് ദ മീനിങ് ഓഫ് കോൺഫിഡൻസ് ബൈ ദ എൻഡ് ഓഫ് ദ കോൺവെർസേഷൻ? അപ്പോൾ ഈ ഒരു സംഭാഷണത്തിൻ്റെ അവസാനമായപ്പോൾ ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് രഞ്ജിക്ക് മനസ്സിലായോ? Yes, but by the end of the conversation, Renji understood that confidence means believing in oneself. അപ്പോൾ രഞ്ജിക്ക് മനസ്സിലായി കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവിൽ വിശ്വാസം ഉണ്ടായിരിക്കുക, ബിലീവിങ് ഇൻ വൺ സെൽഫ് ആൻഡ് നോവിങ് ദാറ്റ് ഹീ ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് വെൽ. തനിക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള ആ ഒരു അറിവ്, വിലയിരുത്തൽ, ഈവൻ വിതൗട്ട് എ ലക്കി ബാറ്റ്. അപ്പം ഇങ്ങനെ ഒരു ബാറ്റ് ഇല്ലെങ്കിലും തനിക്ക് കഴിവുണ്ട്, അതുകൊണ്ട് തനിക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷ, ആത്മവിശ്വാസം, അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വാട്ട് ഹെൽപ്പ് രഞ്ജി മേക്ക് എ ഗുഡ് സ്കോർ? അപ്പോൾ ഇവിടെ രഞ്ജിക്ക് നല്ലൊരു പിന്നീട് നടന്ന മത്സരത്തിൽ വേറെ ഒരു ബാറ്റ് ഉപയോഗിച്ച് ബാറ്റ് ചെയ്തെങ്കിലും നല്ല സ്കോർ നേടിയെടുക്കാൻ കഴിഞ്ഞു. എന്താണ് ഇവിടെ രഞ്ജിക്ക് ഇത്തരത്തിലൊരു സ്കോർ നേടാൻ കഴിഞ്ഞത്? രഞ്ജി മെയ്ഡ് എ ഗുഡ് സ്കോർ ബിക്കോസ് ഹി റിമെമ്പേർഡ് മിസ്റ്റർ കുമാർസ് അഡ്വൈസ്. മിസ്റ്റർ കുമാറിൻ്റെ ഉപദേശം സ്വീകരിച്ചതുകൊണ്ടാണ്. അപ്പോൾ അത് ഓർത്തു. ഹാവിങ് എ കോൺഫിഡൻസ് ഇൻ ഹിംസെൽഫ്, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാജിക് ബാറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതല്ല, സ്വന്തം കഴിവിൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഹി ബിലീവ്ഡ് ഇൻ ഹിസ് എബിലിറ്റീസ് ആൻഡ് പ്ലേഡ് വെൽ. അതുകൊണ്ട് തന്നെ അവനത് ഓർത്തു. അവൻ്റെ കഴിവിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, നന്നായിട്ട് അവൻ കളിച്ചു. അതുകൊണ്ട് തന്നെ വിച്ച് ലെഡ് ഹിം ടു സ്കോർ 75 റൺസ് ഇൻ ദാറ്റ് മാച്ച്. അപ്പോൾ ആ ഒരു മാച്ചിൽ 75 റൺസ് അവന് സ്കോർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ മിസ്റ്റർ കുമാർ പറഞ്ഞതുപോലെ കോൺഫിഡൻസ് ആണ് പ്രധാനപ്പെട്ടത്, അല്ലാതെ ബാറ്റിൻ്റെ പ്രത്യേക കഴിവല്ല, ആ കളിക്കാരൻ്റെ കഴിവാണ് പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.